നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേഷ്യൻസ് എന്നോട് ചോദിച്ച ഒരു കാര്യം, അതായത് മൂത്രത്തിൽ കല്ല് ഒരുപാട് പേർക്കുണ്ട്. അപ്പം അത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, എന്താണ് ഡയറ്റിൽ നമ്മൾ ചെയ്ത് മൂത്രത്തിൽ കല്ല് ഒഴിവാക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് ഞാൻ പല പേഷ്യൻസിനോട് നമ്മളിങ്ങനെ ഡയറ്റ് പറയാറുണ്ട്, മറ്റു കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം കുടിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലരും ഇപ്പോൾ നമുക്കറിയാം എ സിയിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതൽ. എ സിയിലിരിക്കുമ്പോഴുള്ള ഡേഞ്ചർ എന്താണ്, ദാഹം നമ്മൾ അറിയുന്നില്ല. ഒരു ആർട്ടിഫിഷ്യലായിട്ട് തണുപ്പുള്ളത് കൊണ്ട് ദാഹം നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതുകൊണ്ട് എന്ത് പറ്റും, വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് ഒരു ഗ്ലാസ് പോലും കുടിച്ച് കാണുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ സത്യമാണ്. കാരണം നമ്മളിപ്പോൾ ഈയിടെ ടെക്നോ പാർക്കിലൊരു സ്റ്റഡി നടത്തിയതിൽ നമ്മൾ എ സിയിൽ വർക്ക് ചെയ്യുന്ന 10% കൂടുതൽ ആൾക്കാർ, 10-12% ആൾക്കാർക്ക് സ്കാൻ ചെയ്തപ്പോൾ മൂത്രത്തിൽ കല്ലുണ്ട്. ഇതവർ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിളായിട്ടുള്ളത് വെള്ളം കുടിക്കുക. നമ്മൾ ഒരു 2-2.5 അമിതമായിട്ടല്ല, 2-2.5 ലിറ്ററെങ്കിലും വെള്ളം ഉള്ളിൽ പോകുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കുക. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു റേഞ്ച് ഓഫ് ഫ്ലൂയിഡ് ഇൻടേക്ക് മതിയാവും. പിന്നെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. നമുക്കറിയാം ഫാസ്റ്റ് ഫുഡെല്ലാം മെയിൻലി അതിനകത്തെല്ലാം അവരുടെ ടേസ്റ്റ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ടത് ഉപ്പാണ്. സോൾട്ടിൻ്റെ അളവ് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം കൂട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് കൂട്ടും. കാരണം ഈ സോഡിയം നമ്മൾ ഉള്ളിൽ ചെല്ലുന്നതോറും കാൽഷ്യം യൂറിനിൽ ചെല്ലാനുള്ള ടെൻഡൻസി കൂടും. അപ്പം ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ ആനിമൽ പ്രോട്ടീൻ, അതായത് നമ്മൾ റെഡ് മീറ്റ്, ഇപ്പം ബീഫ്, മട്ടൺ, അങ്ങനത്തെ പോർക്ക്, അങ്ങനത്തെ ഒരു ഫുഡ്സിൽ ഒരുപാട് യൂറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ യൂറിക് ആസിഡും സ്റ്റോണായിട്ട് നമുക്ക് യൂറിനിൽ വരാം. അപ്പോൾ കാൽഷ്യം, യൂറിക് ആസിഡ്, ഫോസ്ഫേറ്റ്, ഇതെല്ലാം സ്റ്റോണായിട്ട് നമ്മൾ യൂറിനിൽ വരാം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം കുടിക്കുക, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. 2 ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. 3 ഫൈബറിൻ്റെ അളവ് കൂട്ടുക. അതായത് നമ്മൾ കഴിക്കുന്നതിലുള്ള വിഷപദാർത്ഥങ്ങൾ, അതായത് ഓക്സലേറ്റ്, അങ്ങനത്തെ ഒക്കെ നമ്മൾ ഫൈബർ റിച്ച് ഫുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇലക്കറികൾ അല്ലെങ്കിൽ വാഴയുടെ തണ്ട്, ഇങ്ങനത്തെ ഫൈബർ റിച്ച് ഫുഡ്സ് നമ്മൾ മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം ഇൻസിഡൻസ് കുറയ്ക്കും. പിന്നെ ഉള്ളത്, എന്തെങ്കിലും സംശയമുണ്ട്, ഇപ്പോൾ ഈ വേദന വരിക, അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തമയം വരിക, മൂത്രത്തിൽ പഴുപ്പ് വരിക, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വെറുതെ ഒരു ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കാതെ ഒരു സ്കാനെങ്കിലും ചെയ്ത് സ്റ്റോൺസ് ഇല്ല, അല്ലെങ്കിൽ മറ്റ് റീസൺസ്, ഈ ഇൻഫെക്ഷൻ വരാനുള്ള റീസൺ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുക. ഇതാണ് നമ്മൾ സിമ്പിളായിട്ടും നമ്മൾ സ്റ്റോൺ ഒഴിവാക്കാൻ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ.